തൃശൂൽ, വീണ എവിടെയുണ്ടെങ്കിലും നീ കൂട്ടിക്കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. നീ എല്ലായിടത്തും നോക്കിയോ? അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അന്വേഷിച്ചോടാ. അവൾ എവിടെയാണെന്ന് മനസ്സിലാക്കിയോ? ഇന്ന് തന്നെ വരുമായിരിക്കും അവളല്ലേ? വാശിക്കാരിയെ. എന്നാലും കുടുംബത്തിന് ചീത്തപ്പേര് വരുന്ന കാര്യങ്ങളൊന്നും അവള് ചെയ്യില്ല. അതെനിക്കറിയാം. അല്ലേ തൃശൂൽ? എന്താടാ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? തൃശൂൽ, എന്താടാ? എന്തിനാ നീ കരയുന്നേ? എന്തു പറ്റി മോനെ? എന്തിനാ നീ കരയുന്നേ? അമ്മേ, വീണയ്ക്ക് എന്തെങ്കിലും വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അവള് ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ പുന്നാരിക്കലായിരിക്കും. പക്ഷെ കൊടുത്തില്ലെങ്കിലോ അത്രമാത്രം വാശിയും പിടിക്കും. ഇപ്പൊ അച്ഛനുണ്ടായിരിക്കണമായിരുന്നു അമ്മേ. തൃശൂൽ, നീ എന്തൊക്കെയാ മോനെ പറയുന്നേ? അവളിനി വരില്ലമ്മേ. തൃശൂൽ, എന്താ മോനെ ഇത്? വീണ ഇനി വരില്ലെന്ന് പറഞ്ഞ എന്താ അതിനർത്ഥം? അത് മുത്തശ്ശി, ഞാൻ വീണയ്ക്ക് ഫോൺ ചെയ്യാൻ ട്രൈ ചെയ്തു. പക്ഷെ അവളുടെ ഫോൺ കണക്ട് ആവുന്നില്ല. അവളുടെ ഫ്രണ്ടിനോടോ വേറെ ആരോടോ ഇനി മുതല് അവൾക്കും ഈ നാടിനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരികയേയില്ല. അവൾ വേറെ എവിടെയോ ജീവിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടത്രേ. മുത്തശ്ശി എന്നെ പറയും, വീണ, നമ്മുടെ വീണ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അവളെന്തായാലും തിരികെ വരില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ദൂരെ എങ്ങോ പോയില്ലേ? അവസാനം അവളുടെ പ്രണയം തന്നെയല്ലേ ജയിച്ചേ? ഇപ്പോഴെങ്കിലും അവർ മനസ്സിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാം. തൃശൂൽ, നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. വീണയെന്ന് വെച്ചാ ഒരുപാട് ഇഷ്ടമായിരുന്നു അവന്. ഒരു തവണ പോലും അവളെ അടിക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവൻ. ഇപ്പൊ ദിഗ്വിജയൻ എവിടെ പോയെന്ന് എനിക്കറിയില്ല. വീണയാണെങ്കിൽ ആരോടും ചോദിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തു. ഒരുപക്ഷെ എന്റെ മോൻ തിരിച്ചു വന്ന് വീണ എവിടെയെന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയുമെന്ന് എനിക്കറിയില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല മുത്തശ്ശി. എല്ലാം ദൈവത്തിന്റെ തീരുമാനമല്ലേ. അവൾക്ക് ഇവിടുന്ന് കിട്ടാത്ത സന്തോഷം വേറെ എവിടെയൊന്നും കിട്ടുമെന്ന് പറയുമ്പോ
നമ്മൾ എന്തിനാ വേണ്ടെന്ന് പറയുന്നേ? അവിടെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ആശീർവദിക്കാം. അതുപോലെ അത് മതി. നമുക്ക് എല്ലാവർക്കും കൂടി അവരെ ആശീർവദിക്കാം. എന്തിനാ കരയുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളെല്ലാം പുറത്ത് കാണിച്ചു കഴിഞ്ഞാ അതിനൊരു കുറവുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച കരയാ. അതിനിപ്പോ എന്താ ഉണ്ടായത്? സ്നേഹവും ബഹുമാനവും മാത്രമേ തരൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പൊ നോക്കി, എന്നോട് വഴക്കിടാൻ, എന്റെ കൂടെ കളിക്കാൻ, ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് വന്നിരുന്ന് സമാധാനിപ്പിക്കാനൊക്കെ എന്റെ പൊന്നനിയത്തി വീണ. എന്റെ അനിയത്തി വീണ ഇപ്പൊ ജീവനോടെ ഇല്ല. എന്താ നീ പറയുന്നേ? ജീവിച്ചിരിപ്പില്ലെന്നോ? എന്റെ അനിയത്തി വീണയെയും അജിത്തിനെയും ആരൊക്കെയോ ചേർന്ന് കൊന്നു കളഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം പോലെ എന്റെ കൺമുമ്പിൽ വെച്ച് എത്ര സന്തോഷത്തോടെ സംസാരിച്ച് കളിച്ച് ചിരിച്ച് നടന്നപ്പോഴാണെന്നറിയോ? ഇത്ര വളർന്നിട്ടും എന്റെ കുഞ്ഞു തന്നെയാ അവള്. ഞാൻ തന്നെ മുന്നിൽ നിന്ന് അവളുടെ കല്യാണം നടത്തി കൊടുക്കാനിരുന്നതല്ലേ. എന്നിട്ട് ഇപ്പോഴോ ഞാൻ തന്നെ എന്റെ ഈ സ്വന്തം കൈകൾ കൊണ്ട് അവരുടെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ട അവസ്ഥ വന്നിരിക്കല്ലേ എന്റെ ഈശ്വരാ. എന്ത് ഭാഗ്യം കേട്ട ഏട്ടനാണെന്ന് നോക്കിയ ഞാൻ. എന്റെ അനിയത്തിക്കുട്ടി വീണ ഇപ്പോ ജീവനോടെ ഇല്ലെന്ന് ആരോട് പറയാൻ പറ്റുന്നില്ല. ഇല്ല, വീണ ജീവനോടെ തന്നെയുണ്ട്. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ തിരികെ വരുമെന്ന് കരുതിയാലും അവൾ ഇനി വരുമോ? ഇല്ല, എന്റെ വീണ ഇനി തിരികെ വരില്ല. എന്തിനാണ് ഇത്രയും വേദനയും സങ്കടമൊക്കെ എനിക്ക് തന്നെ കൊണ്ടു തരുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഞാൻ ആരെയൊക്കെ സ്നേഹിക്കുന്നു അവരെല്ലാം എന്നെ വിട്ട് അകന്നു പോയിക്കൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടാ? ഞാൻ ആരെയും സ്നേഹിക്കാൻ പാടില്ലെന്നാണോ? നഷ്ടപ്പെട്ടില്ലേ? എന്റേതായിരുന്ന എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? ദിഗ്വിജയ, നിന്റെ മുഖത്ത് വിഷമം കാണുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ? ചെയ്ത തെറ്റ് മനസ്സിൽ കിടന്ന് നോവുന്നു. എന്തോ വല്ലാത്തൊരു കുറ്റബോധം. തെറ്റാണ് നീ ചെയ്യുന്നത് ദിഗ്വിജയ.
ദുർവഴിയിൽ ശക്തി, ബുദ്ധി, യുക്തി എന്നിവ നേടണമെന്നുള്ളവർ മനസ്സുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്താൻ കെൽപ്പുള്ളവരായിരിക്കണം. ഈ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് ഒരു തരത്തിലും അനുകമ്പ, കരുണ എന്നിവയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതെ ദിഗ്വിജയ, ദൈവശക്തിയേക്കാൾ വലുതാകാനും ദൈവങ്ങളെക്കാൾ മുകളിലാകാനുമാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെയുള്ള നമ്മുടെ മനസ്സിൽ ഒന്നിനോടും കരുണ ഉണ്ടാവാൻ പാടില്ല. നിന്റെ മകൾ മരിച്ചു, അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് ഈ വിഷമവും? എനിക്കുണ്ടായ മകളല്ലേ. ഈ കൈകൊണ്ട് കുറച്ചുനാൾ മുമ്പ് വരെ കളിപ്പിച്ചതുപോലും ഓർമ്മയുണ്ട്. തോളിലേറ്റിക്കൊണ്ട് നടന്നതല്ലേ ഞാൻ, ഈ ലോകത്തെ കാണിച്ചതല്ലേ ഞാൻ. എന്റെ മകൾ വളർന്ന് വലുതായിട്ട് അവളുടെ ജീവിതം അങ്ങനെയാവണം, ഇങ്ങനെയാവണമെന്ന് സ്വപ്നം കണ്ടതാണ്. എന്നാൽ ആ സ്വപ്നത്തെ എന്റെ ഈ കൈകൊണ്ട് തന്നെ ഞാൻ ഇല്ലാതാക്കിയില്ലേ. അപ്പൊ വിഷമം വരാതിരിക്കൂ. വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം എന്നെ വീണ്ടും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വികാരങ്ങൾ പാടില്ല ദിഗ്വിജയ. വികാരങ്ങൾ നല്ലതല്ല, സിദ്ധി ലഭിക്കില്ല. നീ ചെയ്തത് തെറ്റോ ശരിയോ എന്നതിനേക്കാൾ ആ സമയം നീ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് കരുതണം ദിഗ്വിജയ. വേണ്ട ദിഗ്വിജയ, നമ്മളിപ്പോൾ സങ്കട സന്നിവേശത്തിലാണുള്ളത്. ഒരിത്തിരി നമ്മെ തന്നെ നമ്മൾ മറന്നുപോയാൽ അത് കാരണം വലിയ സങ്കടങ്ങൾ ഉണ്ടാവും. ദിഗ്വിജയ, ദുരാചാരങ്ങൾ കൊണ്ട് സാധനകൾ ചെയ്യാൻ തുടങ്ങിയവൻ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന അസ്ത്രം പോലെയാണ്. അതിനെന്ത് തടസ്സം വന്നാലും നേരിട്ടേ മതിയാകൂ. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണമാണ് മുന്നിൽ വരുന്നതെങ്കിലും മുന്നോട്ടു പോയേ മതിയാകൂ. ലക്ഷ്യമാണ് പ്രധാനം, അത്ര തന്നെ. നിധി കിട്ടുന്നതുവരെ ബലി കൊടുത്താലേ മതിയാകൂ. അതിന് എത്ര പ്രിയപ്പെട്ടവരെയാണെങ്കിലും ശരി. ഇപ്പൊ നീ നിന്റെ മകളെ നാഗമാണിക്കുമെന്ന നിധിക്ക് വേണ്ടി ബലി കൊടുത്തു എന്ന് വിചാരിക്കുക. നീ ദിഗ്വിജയനാണ്. നിന്റെ സ്വപ്നങ്ങളെ നീ തന്നെ നശിപ്പിക്കാൻ നോക്കരുത്. നിന്റെ ഇത്ര നാളത്തെ പ്രയത്നം, സ്വപ്നം എല്ലാം തന്നെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കണോ നിനക്ക്? ആലോചിച്ചു നോക്കൂ ദിഗ്വിജയ. നിന്റെ മകൾ മരിച്ചു എന്നത് സത്യം. നീ ഇനിയും ജീവനോടെയുണ്ട്. നിന്റെ മുന്നോട്ടുള്ള പ്രയാണം ശക്തിയുടെ ആവാഹനത്തിന് വേണ്ടി മാത്രമായിരിക്കണം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മനസ്സ് ആഗ്രഹങ്ങളെ ഒരിക്കലും ആവാഹിക്കാൻ പാടില്ല. മനസ്സെപ്പോഴും സ്വപ്നങ്ങളെയാണ് ആവാഹിക്കേണ്ടത്. അതുകൊണ്ട് ഇനി മുതൽ എന്റെ മനസ്സിലെ കരുണയും മമതയും എല്ലാം ഞാൻ ബലി കൊടുക്കാൻ പോവാണ്. ഭാഗ്യം, ഹീറോ ഉറങ്ങാണ്. എസ്കേപ്പ് ആവാൻ പറ്റിയ സമയത. ഈ മായാ ബസാർ പോലെയുള്ള വീട്ടിൽ നിന്ന് ആദ്യം പോണം. ഈ വീട്ടിൽ ജീവിക്കാൻ വളരെ കഷ്ടമാ. ഓരോ ക്ഷണവും ചത്ത് ചത്ത് ജീവിക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോവാ. ബായ് സീറോ, നീ ശരിക്കും നല്ലവൻ തന്നെയാണ്. പക്ഷെ എന്നെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ വയ്യ. ഞാനിവിടെ എസ്കേപ്പ് ആവാ. നിനക്ക് 1000 സല്യൂട്ട്. അയ്യോ, എന്ത് സുഖമായിട്ടാ ഉറങ്ങുന്ന നോക്കിയേ. ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങിയാലേ പെർമനന്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഉറങ്ങേണ്ടി വരും. അല്ല, രക്ഷപ്പെടണമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതായിരുന്നല്ലോ. എന്നിട്ട് ഇവിടെ
കിടന്നിങ്ങനെ ഉറങ്ങുവാണല്ലോ ഈശ്വര. രണ്ടിനെ ഞാൻ അമ്മോ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വെറുതെ വിടറേ. അയ്യോ, എല്ലാം ഷൈലുമാണ്. പൈസക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നത്. എല്ലാത്തിനും കാരണം ഷൈലുമാണ്. ഷൈലു നീയായിരുന്നോ? അതെ, ഞാൻ സ്വപ്നം കാണുമായിരുന്നു. പോലീസുകാർ പിടിച്ചോണ്ട് എന്നെ നല്ലപോലെ ഉരുട്ടുമായിരുന്നു. ആ കൃത്യസമയത്താ നീ കയറി വന്നത്. ആ പേടിയിൽ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതാ. നിങ്ങളൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാലേ എനിക്ക് സെൻട്രൽ ജയിലിൽ തന്നെയായിരിക്കും ബാക്കി ഉണ്ടാവുക. എല്ലാം തുറന്ന് പറയുന്നുണ്ടല്ലേ? സ്വപ്നത്തിലായിരുന്നു മോളെ. ഹാ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവരെ എല്ലാം നോക്കുമ്പോഴേ സ്വപ്നമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഒന്ന് എണീറ്റ് വരും ഇവിടുന്ന്. അല്ല, പോകണമെങ്കിൽ പോകാം. കുറച്ച് കാശ് ചെലവിനെടുത്തോണ്ട് പോകുന്നതല്ലേ നല്ലത്. മോവോ, ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുന്നത് തന്നെ പുണ്യെന്നാ ഞാൻ കരുതുന്നേ. അപ്പോഴാണ് കാശ്. ഒന്ന് എണീറ്റ് വന്നേ ഇങ്ങോട്ട്. എങ്ങോട്ടാ ശിവാനി മാഡം? വാക്കിങ്ങിന് പോവാണോ? അല്ല, ഇവിടുന്ന് എസ്കേപ്പ് ആവുക. ചുമ്മാ തമാശ പറയില്ല മാഡം, വാക്കിങ്ങിന് തന്നെയല്ലോ പോകുന്നേ. അതെ, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. ഓം ജ്വാലമാലിനി തായേ, രുദ്രമാലിനി തായേ, രക്തേശ്വരി തായേ, രക്തപ്രിയേ തായേ, നിന്റെ ഭക്തനുമേൽ കരുണ കാട്ടു. നാഗമാണിക്യം ഇരിക്കുന്ന ഇടം കാട്ടിത്തരൂ, കാട്ടിത്തരൂ തായേ. അയ്യോ, എന്താ മോളെ, എന്തു പറ്റി? മറന്നുപോയി അമ്മാവാ. എന്ത് മറന്നുപോയെന്ന്? സമ്മാനം. സമ്മാനമോ? ആര് തന്ന സമ്മാനം? എന്ത് സമ്മാനം? പ്രണയ സാഫല്യത്തിന് സഹായിച്ചതിന് അവര് തന്ന അവസാനത്തെ സമ്മാനം. എന്തോ എനിക്കത് വിട്ടിട്ട് വരാനേ പറ്റുന്നില്ല അമ്മാവ. അതെന്താ മോളെ അത്രയും വലിയ സാധനം? വജ്രമോ വൈഡൂര്യമോ ഒന്നുമല്ല ആ സമ്മാനം. പക്ഷെ എന്താന്നറിയില്ല, അതെന്നെ വല്ലാതെ അങ്ങോട്ടേക്ക് ആകർഷിച്ചോണ്ടിരിക്കുക. ഞാൻ പോയി അത് എടുത്തിട്ട് വരാമേ. ഇനി തിരിച്ചു പോകുമ്പോ അവിടെങ്ങാനും പെട്ടുപോയാലോ? എടുത്തിട്ട് വരാൻ തിരിച്ചു പോകുന്നത് നിങ്ങളല്ല, ഈ ശൈലുവ. ഓർത്തോ, ഞാൻ പോയിട്ട് വരാം. ജ്വാലമാലിനി തായേ, നാഗമാണിക്യം എന്റെ കൈക്കലാകുവാനായി ആശീർവദിക്കൂ തായേ, ആശീർവദിക്കൂ. ലഭിച്ചിരിക്കുന്നു. നാഗമാണിക്യം എനിക്ക് ചുറ്റിനും എവിടെയോ ഉണ്ടെന്നുള്ള കാര്യം തായ് ജ്വാലമാലിനി എനിക്ക് കാട്ടിത്തന്നിരിക്കുന്നു. നാഗമാണിക്യം എന്റെ കൈക്കലാകുന്ന സമയം ആഗതമായിരിക്കുന്നു. തായ് ജ്വാലമാലിനി, ഈ ഭക്തനുമേൽ കൃപ ചൊരിഞ്ഞതിന് നിനക്ക് അനന്തകോടി പ്രണാമം. ശിവാനി, ശിവാനിക്ക് എന്തോ അപകടം സംഭവിച്ചതായി സ്വപ്നം കണ്ടല്ലോ. എന്തുകൊണ്ടാ? ഇതെന്തെങ്കിലും മുൻസൂചനയായിരിക്കോ? ശൈലു ഇവിടെ കാണുന്നില്ലല്ലോ. ശൈലുവിനെ എവിടെയും കാണുന്നില്ല. എവിടെ പോയതായിരിക്കും? ശൈലു, അയ്യോ, ഇവരും കാണുന്നില്ലല്ലോ. എല്ലാവരും എവിടെ പോയി? വീട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും ഇവരൊക്കെ ശരിക്കും പേടിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതങ്ങനെ പേടിച്ചോടുന്നതിനാ?
അയ്യോ, ഒരുപക്ഷെ ശിവാനിയും വീണമോളെയും കൊന്ന ആളുകൾ തന്നെ ശൈലുവിന് എന്തെങ്കിലും ചെയ്ത് കാണോ? ഞാൻ കുറച്ചു മുമ്പ് കണ്ട സ്വപ്ന ഇനി എന്തെങ്കിലും കാര്യത്തിന്റെ സൂചനയായിരിക്കും. ഇല്ല 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 ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവരിവിടെ തന്നെ കാണും.